ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോ സ്റ്റോക്സ്. കുറച്ച് നാളായിട്ട് ലോങ് ലെങ്ത് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എക്സാം നടക്കുമായിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ കാരണം ലോങ് ലെങ്ത് വീഡിയോ ഇട്ടില്ല. കൊച്ചു ഷോർട്സും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു. വലിയ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷാനോ സ്റ്റോക്സ്. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. ഇതിന്റെ അടുത്ത് സിനിമ തിയേറ്ററിൽ പോയി നിന്ന് വെള്ളത്തരം കാണിച്ച കമിതാക്കളുടെ വീഡിയോ എല്ലാം ഇപ്പം പോൺ സൈറ്റില് പൈസക്ക് വിൽക്കാൻ കിടക്കുന്നു. ഞാൻ കണ്ടില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടാണ്? സർക്കാർ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകൾ. തിരുവനന്തപുരത്തെ കൈരളി, ശ്രീ നിള തിയേറ്ററുകളിലെ വീഡിയോകളാണ് പെയ്ഡ് സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. സൈബർ സെൽ അന്വേഷണം തുടങ്ങി. എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ ഇത്തരത്തിലുള്ള സൈറ്റുകളിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന സംശയം. അതിൽ ആദ്യത്തെ സംശയം, ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ക്ലൗഡുകൾ അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയം പ്രധാനമായും ഉയരുന്നുണ്ട്. ദുർബലമായ സെക്യൂരിറ്റിയുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ലൗഡാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്ലൗഡ് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ എന്നുള്ള സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ CCTVകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഘട്ടത്തിൽ, അതൊക്കെ തന്നെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയതാണോ തുടങ്ങിയ സംശയങ്ങളും എന്തായാലും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഞാൻ കണ്ടില്ല, ഇങ്ങനെയൊക്കെ ഇങ്ങനെ അറിഞ്ഞ് വീഡിയോസും വെളിയിൽ വന്നു. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ തിയേറ്ററിൽ പോയ സിനിമ കാണണം, അല്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. അവിടെ CCTV ഉണ്ടെന്ന് ഇത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. CCTV ഉണ്ടെന്ന് ഇനി മനസ്സിലാക്കണം. സിനിമ കാണാൻ പോയാൽ സിനിമ കണ്ടിട്ട് വരണം. കൂവണം, വിളിക്കണം, കൈകൊട്ടണം, പേപ്പർ വരികണം, ആ പരിപാടിക്ക് അങ്ങ് നിൽക്കണം. അല്ലാതെ വേറെ പരിപാടിക്ക് പോകരുത്. അതിനാണ് ലോഡ്ജ് ഓയോ കുറ്റിക്കാട് അവിടെ എവിടെയെങ്കിലൊക്കെ വിളിച്ചുകൊണ്ട് പോകണം. അല്ലാതെ ഒക്കെ പോയി കഴിഞ്ഞാൽ സാധനം വരും. അതിപ്പം ആളില്ലാത്ത സിനിമയ്ക്ക് കയറിയിട്ട് പൈസ കുറവായുണ്ടായിരിക്കും, വേറെ സ്ഥലം നോക്കാൻ പൈസ കുറവുണ്ടായിരിക്കും, സിനിമയ്ക്ക് പോയിട്ട് എന്തായാലും ഇപ്പം അടിച്ച് കിട്ടി, പോയവർക്കെല്ലാം കിട്ടി. പിന്നെ തിയേറ്ററുകാരെ അതിനകത്ത് എന്തൊരു പറയാൻ പറ്റും? ഒന്നാമത് CCTV ഒന്നും അവന്മാരൊന്നും ചെക്ക് ചെയ്യണ സാധനമൊന്നും ആയിരിക്കത്തില്ല. ഇത് വല്ല ഡാമേജോ എന്തെങ്കിലും ഇഷ്യോ വന്ന സമയത്തായിരിക്കും ഇത് ചെക്ക് ചെയ്യാനായിട്ട് എവനെങ്കിലും വന്ന അതിന്റെ ക്ലൗഡ് കൈ കിട്ടിയ സമയത്ത് ഈ സാധനം കാണുന്നതും അവ എടുത്തിട്ട് പണിഞ്ഞതും. അങ്ങനെയായിരിക്കും ഈ പ്രശ്നം വന്നത്. അല്ലാതെ തിയേറ്ററുകാരിങ്ങനെ ചെയ്യൊന്നുമല്ല. കാരണം എന്തെങ്കിലും അടിയോ വേളോ കേസൊക്കെ ആവുന്ന സമയത്തായിരിക്കും അവന്മാർ CCTV എന്ന് പറഞ്ഞ സാധനം ചെക്ക് ചെയ്യണമല്ല. പിന്നെ ഇതിന്റെ ഒന്നും ക്ലൗഡും കാര്യമൊന്നും അത്ര വലിയ സേഫ്റ്റിയും സെക്യൂരിറ്റിയോ VPN ഒന്നും ഉള്ള സാധനമൊന്നും ആയിരിക്കില്ല. ഒരു സിനിമ തിയേറ്ററിന്റെ അല്ലേ, അങ്ങനെ കിട്ടിയതായിരിക്കും. എന്തായാലും കിട്ടിയാലും കിട്ടി, സുഖം. ഇനി ഫ്രീ ആയിട്ട് സൈറ്റിലൊക്കെ കിടന്ന് വിലസാളിയത്. അടുത്ത വീഡിയോയിലോട്ട് പോവാം. അടുത്ത കാര്യം നോക്കാം. ഇതിൽ അവനല്ലേ മറ്റേ 19 മിനിറ്റ് 20 മിനിറ്റ് 21 മിനിറ്റ് അവനല്ലേ ഇത്? ഇത് ഇവൻ വല്ല റാപ്പർ വല്ലതുമാണ്? വേടനെ അനൗൺസായത് കണക്ക് ഇവനെ കാണുമ്പോ മറ്റേ ആൾക്കാരിങ്ങനെ ഒന്ന് കൈയെടുക്ക. ഇവൻ ചെയ്ത പരിപാടി എന്തേര്? ഇവന് ഇത്രയും ഫാൻസ് വരാൻ ചെയ്ത പരിപാടി എന്തേര്? ആദ്യം കുണ്ടിക്കടിച്ച്, പിന്നെ പോലീസ് പിടിച്ച് കുണ്ടിക്കടിച്ച്. ഇതല്ലേ? ഇതിനാണോ ഇവ? വീഡിയോ ലീക്കായ ചേട്ടന്മാര് നാളെ ഇതേപോലെ ഇവിടെ ഫാൻസൊക്കെ വരും കേട്ടാ. കിട്ടും, ഫാൻസൊക്കെ കിട്ടും ചേട്ടന്മാർക്കൊക്കെ. ഒന്ന് ലീക്കായതാണ് ഇവ ഈ ലെവലായത്. കിട്ടും. അടുത്തത് കൂട്ടുകാരനും കൂട്ടുകാരിക്കും ഒളിച്ചോടാൻ സാധിച്ചെടുത്ത്, അല്ലെങ്കിൽ ഒളിച്ചോടി വന്ന കൂട്ടുകാരനും കൂട്ടുകാരിക്കും ഒരു കിടപ്പാടം കൊടുത്ത ഒരു യുവാവിന്റെ കഥയാണ് അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറയില്ല, അവൻ വന്ന് പറഞ്ഞോളൂ. അവനെ വന്ന് പറ. സുഹൃത്തുക്കളെ, എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ റീൽ എടുക്കുന്നത്. എനിക്കിതിനെ ഒട്ടും താല്പര്യമില്ലാത്തതാണ്. പിന്നെ അവസ്ഥകൾ എന്നെ ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പൊ 2 അക്കൗണ്ട് കാണിച്ചു തരാം. ഇതൊരാള്,
ഇവളെ അക്കൗണ്ടിന്റെ പേര് ആം സൂര്യ. ഫോക്കസ് ആവുന്നുണ്ടോ? ഇവളെ അക്കൗണ്ടിന്റെ പേര് ആം സൂര്യ. അവളെ പേര് സൂര്യ പൊന്നു എന്നും വിളിക്കും. ഇനി അടുത്ത അപ്പൊ മെസ്സേജ് അയക്കാനുള്ള എല്ലാമാരും ഐഡി നല്ല കണ്ടല്ലോ, സൂര്യ പൊണ്ണുന്ന് വിളിക്കും. പൊണ്ണുവേ, എന്റെ പൊണ്ണുവോ, പൊണ്ണു പൊണ്ണുണ്ട. വേറൊരു ചെറുക്കന്റെ അക്കൗണ്ട് കാണിച്ചു തരാം. വേറെ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇല്ല, ഇവളെ കെട്ടിയോ തന്നെ. ഇവളെ ഹസ്സാണ്. ആണ്ടേ ഇതാണ് അവന്റെ ഫോട്ടോ. അവന്റെ വേറെ ഫോട്ടോ ഒന്നും എന്റെ ഇല്ല. അവൻ ചുണ്ടിരുന്ന ലിപ്സ്റ്റിക് ആണെന്ന് പറയടാ. ഞാനിവിടെ കുറച്ച് കാര്യം തേക്കട്ടാ. എന്റെ ഫുള്ള് കറുത്തിരിക്കാണ് സേർത്ത് വിളിച്ച്. അവളെ ഹസ്സിന്റെ എടാ മോനെ, ഹസ്സ നീ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ നീ ചുണ്ടിരുന്ന ലിപ്സ്റ്റിക് ആണെന്ന് വെച്ചാ എന്റെ ഐഡി ഷാനു സ്റ്റോക്സ് ഇൻസ്റ്റയിൽ വന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്റെ ചുണ്ട് കുറച്ച് കാത്തിരി ചോപ്പിക്കണം. പിന്നെ നീ മുഖത്തിരുന്ന മേക്കപ്പ് ഏതെന്നൊക്കെ പറഞ്ഞേ. പൊണ്ണുണ്ട മാപ്പിള, പൊണ്ണുണ്ട ഹസ്സ പറഞ്ഞ എനിക്ക്. ഇവന്റെ കൂടെ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഇവര് രമ്മി കല്യാണം കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ കുറച്ച് കലിപ്പുകളൊക്കെ കഴിയുന്ന സമയത്ത് എന്നെ വിളിച്ച് ചോദിച്ചാൽ എന്റെ വീട്ടിൽ നടക്കിയിട്ട് അപ്പൊ നിന്റെ വീട്ടിൽ നിൽക്കണം സീനുണ്ടാ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു അത് ഇതിനായിട്ട് വിളയിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ 12 ദിവസം ഞാൻ ഇരുന്ന എണ്ണത്തിന് ഇവിടെ പിടിച്ചിരുത്തി. ഇവിടെ താമസിക്കുകയായിരുന്നു 12 ദിവസം. അപ്പോഴ് എനിക്ക് ചെറിയൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ കളവായിട്ട് വാങ്ങിച്ചല്ല എങ്കിൽ പോലും അവൻ എനിക്ക് 1000 രൂപ വന്നിട്ട് പറഞ്ഞു, ഇനി വെച്ചോ, ഇത് നിന്നിട്ട് ആ പരിപാടിക്ക് നീ കൊടുക്ക്, 1000 രൂപ വെച്ചെന്ന് പറഞ്ഞ് എനിക്ക് 1000 രൂപ തന്നു. എന്നിട്ട് അതിപ്പോ വാങ്ങിച്ചിട്ട് എന്നെ 10 ദിവസമായി ഞാൻ പൈസ വാങ്ങിച്ചിട്ട്. എന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഇവന്റെ പറഞ്ഞില്ല, അത് കടത്തിന്റെ പുറത്തുള്ള പൈസയാണ്, തിരിച്ച് വേണം, പയ്യെ എങ്ങനെ തിരിച്ച് തരണം എന്നൊന്നും അവൻ പറഞ്ഞില്ല. ഇന്നലെ വന്നിട്ട് എവളെ അടുത്ത് ഭയങ്കര മുൻകൈ സംസാരിച്ച് അത് എനിക്ക് തന്നേ പറ്റുള്ളൂ, എനിക്ക് 1000 രൂപ വേണം, തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിമിഷം 1000 രൂപ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇല്ല, 3 ദിവസം എനിക്ക് സമയം വേണമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ ഇവർ രണ്ടും ഇവിടെ വന്നു. അവന്റെ സിറ്റുവേഷൻ വന്നപ്പോ 1000 കൊടുത്തു. ശരിയാണല്ലോ, 1000 കൊടുത്തു. അറിയാ സൗണ്ട് കേട്ട് നീ തിരുവനന്തപുരം എന്ന് തോന്നണം. അറിയാൻ ഒരു കാര്യം പറയാം. നമ്മൾ ആരെയും പൈസ വാങ്ങിച്ചു കഴിഞ്ഞാലും ഇപ്പം കടമായിട്ട് അവർ തന്നാലും കടമായിട്ടല്ലെന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാലും നമ്മളത് തിരിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ സമയത്ത് നമുക്കതൊരു ബാധ്യമായിട്ട് വരും. ഈ നമ്മള് ചോദിച്ചു കാണൂല, നമ്മള് ചോദിക്കാതിരിക്കും തരുന്നത്. ഈ തന്ന നായിന്റെ മക്കള് പാടിക്കൊണ്ട് കിടക്കും. നമ്മള് പോയി ഇടന്നെന്നും അവന്മാരെന്തോ മല പിഴിച്ച് തന്നിട്ടാണ് നമ്മളെന്തോ ഫ്ലാറ്റോ വീടോ ഒക്കെ വാങ്ങിച്ചത്. നാളെ ഒരു സമയത്ത് നമ്മളൊരു നല്ല എത്തി, നമ്മളെ കഴിവ് കൊണ്ട് നമ്മളെ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മൾ നാളെ ഒരു സമയത്ത് നല്ല എത്തിക്കഴിഞ്ഞാൽ ഈ നായിന്റെ അവന്മാര് പറയും അന്ന് യവൻ നമ്മളടുത്ത് ഇടന്നിട്ടുണ്ട്, നമ്മളെ കൊടുത്ത പൈസയിലാണ് മറ്റേ കഥ പറയുമ്പോൾ സിനിമയിലെ ബാലന്റെ കടുക്കനൂരി തന്നെ കഥ പറഞ്ഞു തുടങ്ങും. അപ്പൊ കടമായിട്ടാണ് അല്ലാതെയാണോ ഓരോ പൈസയ്ക്കും കണക്ക് വയ്ക്കുക, വാങ്ങിക്കുന്നതിന് കൊടുക്കുക. ശരി, നീ നിന്റെ കൂട്ടുകാരൻ സഹായിച്ചുകൊണ്ട് നീ അവനെ കാണത്തില്ല, നീ വിചാരിച്ചാണ് അവൻ തന്നാണ്. പിന്നെ ഈ തിരിച്ചു വാങ്ങിക്കാൻ വന്ന് തന്നല്ലാത്തതിനടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, എടാ 12 ദിവസം നീ ആ പെണ്ണിനെ കൊണ്ട് എവിടെയെങ്കിലും പോയി വാടക വീടെടുത്ത് നിന്നതിനാ നിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ 20,000 രൂപ പോകും. നിന്റെ ഒരു കൂട്ടുകാരൻ നീ അവളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന സമയത്ത്, ഒളിച്ചോടി വന്ന സമയത്ത് നിനക്ക് നിൽക്കാനായിട്ടൊരു സ്ഥലം ഇത് തന്നു. 1000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നുമല്ല. നീ കൊടുത്തത് കടമായിട്ടാണ്, നിനക്ക് തിരിച്ചു വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ അത് ആദ്യമേ പറയണമായിരുന്നു. അത് ഈ ഹെൽമെറ്റ് ഇട്ട ഉണ്ടച്ച് ചെയ്തത് തെറ്റാണ്, അത് പറയണമായിരുന്നു. അത് പറഞ്ഞില്ല. അവനടുത്ത് പെട്ടെന്ന് ചോദിച്ചപ്പോ 1000 രൂപ പെട്ടെന്ന് എടുക്കാനില്ലായിരുന്നു. അവൻ 3 ദിവസത്തെ സമയം ചോദിച്ചു, അവൻ തിരിച്ചു തരാമെന്നും പറഞ്ഞു. ബാക്കി എന്താ നമുക്ക് കേൾക്കാം. ഇവിടെ ബാക്കിയൊന്നും പറയാ. വന്നിട്ട് എന്റെ അടുത്ത് ഇവൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ വിളിക്കാൻ ഫോണെന്ന് ചോദിച്ചു. എന്റെ വീട്ടിൽ 12 ദിവസം നിന്നോണ്ട് തന്നെ എന്റെ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ ഒക്കെ അറിയാം, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് ഇവ എന്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് ബാക്കിലോട്ട് പോയിട്ട് എന്റെ ചേച്ചിനെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചുകൊണ്ട് ഇവ ഇത് എന്റെ അക്കൗണ്ടിൽ കിടന്ന് 1800 രൂപ, ഞാൻ 3 ദിവസം സുഖിയോട് കഷ്ടപ്പെട്ട പൈസ 1800 രൂപ ഇവൻ എന്റെ വൈഫിന്റെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് ഓൺ സ്പോട്ട് ഞാൻ അറിയണം സംഭവം. എന്നിട്ട് ഇവനെ കൂടെ കിടന്ന് തിരിച്ചു പോയി. ഇപ്പൊ അവൻ വീട്ടിൽ കയറി അടയിരിക്കണം. ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ അവൻ വീട്ടിൽ കയറിയിരിക്കണം. അവന്റെ അമ്മ ഞാൻ വിളിച്ച കാര്യം പറഞ്ഞു. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, ഇങ്ങോട്ട് ക്യാസ് തുറക്കണം. ഓക്കെ, അപ്പം അത്ര നമ്മൾ ഇങ്ങോട്ട് മര്യാദ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മര്യാദ. നിങ്ങൾ രണ്ടെണ്ണം ചിരിക്കാനുള്ള കാര്യമാണ് കേട്ടോ. ഈ പെണ്ണ് കുറെ പയ്യന്മാരെ ഇന്ന് കള്ളവും പറഞ്ഞു ഇല്ലാത്ത കഥകൾ മൊത്തം അടിച്ച് കുറെ പയ്യന്മാരെ ഇന്ന് പൈസ വാങ്ങുന്നുണ്ട്. ഇപ്പൊ ഒരു 10,000 രൂപ പാവം ചെറുക്കൻ്റെ നൂടിച്ച് കിട്ടി. ആ പൈസയ്ക്ക് പുറകെ അവൻ ക്യാഷ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവന്റെ ഇവിടെ കളത്തരങ്ങളെല്ലാം അവൻ പൊക്കിന് ശേഷം അവൻ ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കണ്ട് പേടിച്ചിട്ടാണ് അവൾക്ക് 1000 രൂപ ടപ്പന വേണമെന്ന് പറഞ്ഞ് അവൻ എടുത്ത് നിന്ന് മെസ്സേജ് ഇട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചെയ്യാൻ വേണ്ട ചെയ്യും. അപ്പം ഇവന്റെ അമ്മയും കണ്ടോ, ഇവനും കണ്ടോ, ആ പെണ്ണും കണ്ടോ. ഓക്കെ, ബൈ. പെണ്ണാട്ടി മാപ്പിളം കൂടെ ഒരു കോൾ വിളിക്കാനായിട്ട് അവന്റെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് അവന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞ് ചേച്ചിക്ക് ഫോൺ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് പാവപ്പെട്ടവന്റെ ഫോണും എടുത്തുകൊണ്ട് പോയി പൈസ അടിച്ചു പറ്റി. അവിടെ പൈസ അടിച്ച നീ പൈസ എടുത്തോ, നീ അവളും കൂടെ പൈസ എടുത്തോണ്ട് പോ. നീ അവന് കൊടുത്ത 1000 രൂപ എടുത്തോണ്ട് പോ, കുഴപ്പമില്ല. അവന്റെ കിടന്ന് 1800 എടുത്തോണ്ട് പോയി. നിനക്ക് 1000 രൂപ ആദ്യമേ ആ നായ്ക്കങ്ങ് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ നിന്റെ 800 പോകത്തില്ലായിരുന്നു. അളയാ നിനക്കത് ചെയ്താൽ മതിയായിരുന്നു. 1800 എടുത്തോണ്ട് പോയി.
ആ പയ്യൻ പാവപ്പെട്ട 3 ദിവസം പട്ടിയ കണക്ക് കിടന്ന് സ്വിഗ്ഗി ഓടി ഉണ്ടാക്കിയ പൈസ തന്തയില്ലാത്തവളും കൂടെ വന്ന് അടിച്ചുകൊണ്ട് പോയി. കൂട്ടുകാരിയെ സഹായിച്ചതാണ്, കിട്ടി. ആത്മാർത്ഥത കൊണ്ട് കൂട്ടുകാരിയെ സഹായിച്ചപ്പോ കൊടുത്തു, നല്ല വൃത്തിയൊക്കെ കൊടുത്തിട്ട് പോയി, പൈസയും വലിപ്പിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവള് കണ്ടോന്മാരടുത്ത് മൊത്തം കള്ളത്തരം പറഞ്ഞ് നടക്കണ ഒരുത്തി, അതിന് സപ്പോർട്ട് നിൽക്കുന്നൊരു മാപ്പിള. പൈസ പോയെന്ന് അവന്റെ അമ്മച്ചി വിളിച്ചോണ്ടവന് അമ്മച്ചി കേസ് വെക്കാൻ പറയുന്നത്. നല്ല കുടുംബം, കൂടിയ പെണ്ടാട്ടി, കൂടിയ മാപ്പിള, കൂടിയ അമ്മച്ചി, കൂടിയ അമ്മായി അമ്മ, നല്ല കുടുംബം. കണ്ടവന്റെ പൈസയും വാങ്ങിച്ച്, അല്ലെ കാരണം പൈസ വാങ്ങിച്ചില്ല, കണ്ടവന്റെ പൈസയും മോട്ടിച്ചോണ്ട് പോയിട്ട് നാണമില്ലേ നക്കാൻ? ഒരുത്ത അധ്വാനിച്ചുണ്ടാക്കി വിയർപ്പിന്റെ പൈസ മോട്ടിച്ചോണ്ട് പോയിട്ട് നക്കാൻ വരുന്നത് നാണമില്ലേ? ഒരു തെണ്ടികളെ സഹായിക്കാൻ നിൽക്കരുത്, കിട്ടും, നല്ല വൃത്തിയാകും. ഏതൊക്കെ എത്ര ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റിട്ട് അങ്ങോട്ട് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും, നല്ല വൃത്തിയാ കിട്ടും. അതിന് ആരായാലും. നീയൊക്കെ ചോദിക്കത്തില്ല ദൈവത്തിന്റെ അടുത്ത് എനിക്ക് മാത്രം എന്താ എത്ര കഷ്ടപ്പാടെന്ന്? എന്തോ കഷ്ടപ്പാടാടാ മയില് നിനക്കൊക്കെ. അവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യര് ജീവിക്കുന്ന ലോകമാടാ ഇത്. ശരിടാ പുണ്ടച്ചിമോനെ, നമുക്കാർക്കും കഷ്ടപ്പാടും കാര്യമൊന്നുമില്ല. നമ്മളെല്ലാം നിന്നെ കണക്ക് അവിടെ സോഫയിൽ ഇരുന്ന് ഉണ്ടാക്കുന്നവരാണ്. റൈബന്റെ ഗ്ലാസും വെച്ചിരുന്ന് ഇതേപോലെ വന്നിന്ന് അടിത്താളടിക്കുന്നവന്മാരാണ് നമ്മളെ തലയിൽ പെയിന്റും വാരി അടിച്ച് AC റൂമിലിരുന്ന് സോഫയിൽ ഇങ്ങനെ കറച്ച് ഇരുന്ന് കൊണവണടിക്കണവന്മാരാണ് എല്ലാവരും. നമുക്കൊന്നും ഒരു കഷ്ടപ്പാടുമില്ല. നമുക്ക് തിന്നണ്ട, നമുക്ക് കുടിക്കണ്ട, നമുക്ക് ഉടുക്കണ്ട, നമുക്ക് ആർക്കും ഒരു കഷ്ടപ്പാടില്ല, നമുക്ക് ആർക്കും ഇൻസൾട്ട് അടിക്കുന്നില്ല, നമുക്ക് ആർക്കും ഒരു നീ പറഞ്ഞ മയിലും ഇല്ല. നമ്മളെല്ലാം മറ്റേ മാനത്തുനിന്ന് പൊട്ടി മുളച്ചതും വാക്കകത്ത് സ്വർണ്ണക്കരണ്ടിയും വെള്ളിക്കരണ്ടിയും വെച്ചോണ്ട് ഉണ്ടാക്കിയാണ് നമുക്കൊന്നും സ്ട്രഗിൾ ഇല്ല, നമ്മളാരും എഫേർട്ട് ഇടുന്നില്ല. നമുക്കെല്ലാം സുഖ ജീവിതമാണല്ലോ. രാവിലെ കക്കൂസി പോവാൻ റോൾസ് റോയ്സ്, അവിടെ നിന്ന് ഇറങ്ങി ഡൈനിങ് ടേബിളിൽ വരാൻ ബെൻസ്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഹാളിലോട്ട് പോകാൻ BMW. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇറങ്ങിയാണല്ലോ ഇരിക്കുന്നത്. നിന്നെ കണക്കാണല്ലോ എല്ലാവരും, നിന്നെ പോലെ മൈരനാണല്ലോ എല്ലാവരും. നമുക്കൊന്നും കഷ്ടപ്പാടൊന്നുമില്ല. നീ കാണിച്ചത് ഓക്കെ, ശരിയാണ്. കമ്പാരിറ്റീവ്ലി അവരെ കൊണ്ടൊന്നും കഷ്ടപ്പാട് കാണത്തില്ല, അവരെ പോലെ ഒരു കഷ്ടപ്പാട് കാണത്തില്ല, അത്ര എഫേർട്ട് ഇടേണ്ടി വരുന്നില്ലായിരിക്കാം. ബട്ട് ഓരോ പേഴ്സണിന്റെ സിറ്റുവേഷൻ അത് ആ വ്യക്തിക്ക് മാത്രം മനസ്സിലാവും. ഒരു വ്യക്തിക്ക് എപ്പോഴും അവന്റെ സ്വന്തം പ്രശ്നമായിരിക്കും ഏറ്റവും വലുത്. മറ്റൊരാളിനി എത്ര അവനേക്കാൾ താഴെ ആയിക്കോട്ടെ പ്രശ്നം അനുഭവിക്കുന്നവനേക്കാൾ മുകളിലായിക്കോട്ടെ പ്രശ്നം അനുഭവിക്കുന്നത്, അതൊന്നും ഒരു വ്യക്തി, ഇപ്പൊ നീ ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ, ഈ വന്നു കൊണയടിച്ച നീ ആയിക്കോട്ടെ, നിനക്കതിന് മറുപടി ആയിട്ട് കൊണ ഞാനായിക്കോട്ടെ, നിനക്ക് നിന്റെ പ്രശ്നമായിരിക്കും എപ്പോഴും വലുത്, എനിക്ക് എന്റെ പ്രശ്നമായിരിക്കും എപ്പോഴും വലുത്. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്, അവനവന്റെ പ്രശ്നമായിരിക്കും അവനവൻ എപ്പോഴും വലുത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ പ്രശ്നം വെച്ച് കമ്പാരിറ്റീവ്ലി നീ ഉപദേശം ആർക്കും കൊടുക്കണ്ട. സ്വയം മനസ്സിലാക്കി കഷ്ടപ്പാടുണ്ടോ ഇല്ലെന്ന് ആൾക്കാർ നോക്കിക്കോളും. നിന്റെ തൊലിഞ്ഞ മോട്ടിവേഷൻ ആർക്കും ആവശ്യമില്ല. അവരവരുടെ ജീവിതം ജീവിക്കുന്നു, ജീവിക്കാൻ വേണ്ടി അവർ എഫേർട്ട് ഇടുന്നു. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നു, എനിക്ക് കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ അതിന് എഫേർട്ട് ഇടുന്നു. വേറൊരാൾക്ക് കഷ്ടപ്പാടാണെങ്കിൽ അവൻ അതിന് എഫേർട്ട് ഇടുന്നു. എനിക്ക് എൻ്റെ കഷ്ടപ്പാടാണ് വലുത്, ഞാൻ ഇടുന്ന എഫേർട്ടാണ് വലുത്. അതിൽ ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ കാട്ടി എനിക്ക് നല്ലതുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് ആശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാട് മാറാൻ പോകുന്നില്ല. ഞാൻ അതിനു വേണ്ടി എഫേർട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ. എനിക്ക് കഷ്ടപ്പാടായിട്ട് തോന്നുന്ന സാധനം ഞാൻ കഷ്ടപ്പാടാണെന്ന് തന്നെ പറയും. എനിക്ക് കഷ്ടപ്പാടാണെന്ന് തോന്നുന്ന സാധനം ഞാൻ കഷ്ടപ്പാടാണെന്ന് തന്നെ പറയും. അത് എല്ലാ വ്യക്തി അങ്ങനെയാണ്. അവനെന്നെ കഷ്ടപ്പാടായിട്ട് തോന്നുന്നത് അവന്മാർ പറയും. കഷ്ടപ്പാടാണല്ലയാ, കഷ്ടപ്പെട്ടാണല്ലയാ ജീവിക്കുന്നത്. അത് മറ്റൊരു കണക്കല്ലല്ലോ, ഇങ്ങനെ കണക്കല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ആശ്വാസിച്ച് നടുവേ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കസേരയിൽ താളം വീണ നീയോ നിന്റെ അച്ഛനോ വന്ന് നമുക്കാർക്കും തരുമോ? നമ്മളെ കഷ്ടപ്പാട് മാറ്റി തരുമോ? ഇല്ലല്ലോ. അവൻ വലിയ മോട്ടിവേഷൻ. നമുക്കാർക്കും കഷ്ടപ്പാടില്ല, അത് മറ്റേ എടുക്കാത്തേ ഉള്ളൂ. അവരെ കഷ്ടപ്പെട്ടോട്ടെ, അവരെ കഷ്ടപ്പാടൊക്കെ ജീവിച്ചോട്ടെ. നീ ഈ വീഡിയോ പൊക്കിക്കൊണ്ടൊന്ന് ബാക്കിയുള്ള അടുത്ത് ഗുണസാ അടിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല, കമന്റ് ഞാൻ കാണിച്ചു തരാം. കമന്റിലെ ചേട്ടന്മാര് ചേച്ചിയും ഉൾപ്പെടെ പറയുന്നുണ്ട്, അവർ കാണിച്ചു തരാം. അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു ടൈപ്പ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? ഈ കമ്മ്യൂണിറ്റി ചേർന്നോട് എനിക്ക് ഒരു കണക്കുമില്ല.
ഒരു കൊച്ചു ഒരു കുഞ്ഞ്, അതിന് 5-6 വയസ്സുള്ള ഒരു കുട്ടി അവളെന്നൊരു വീഡിയോ ഇട്ട സമയത്ത് അതിന് വന്ന കമന്റ് ആണ്, അതൊരു പൊടി കൊച്ചാണെന്ന് മനസ്സിലാക്കാതെ അതിനെ വന്ന് ഈ കിടന്ന് ചീത്ത വിളിക്കുന്ന നിനക്ക് ഇത് നിന്റെ വീട്ടിൽ ഇരിക്കുന്ന നിന്റെ മാതാശ്രീയെ പോയി വിളിച്ചൂടെ? അവർക്കായിരിക്കില്ലേ കുറച്ച് കൂടി ചേരുന്നത്. കാരണം നിന്നെ ഇതേപോലെ ഒരു പൊടി കൊച്ചിനെ എങ്ങനെ വിളിക്കാൻ, നിന്നെ ആ രീതിയിൽ വളർത്തിയെടുത്ത നിന്റെ അമ്മച്ചിയെ പോയി നിനക്ക് വിളിച്ചുകൂടെടാ? അതല്ലേ നിനക്ക് അതിനെക്കാട്ടിയും ബെറ്റർ അല്ലേ? അതാണ് നല്ലത്. എന്നിട്ട് ആ കൊച്ചൊന്ന് പറഞ്ഞിട്ട് ഉണങ്ങണം, ഈ കമന്റ് ഇട്ട ചേട്ടനോട് എനിക്ക് യാതൊരു പിണക്കവും ഇല്ല. അതാ കൊച്ചടാ, നിഷ്കളങ്കത. അതിന് നീ വിളിച്ച ഈ സാധനം എന്തിനാണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ നാളെ സമയത്ത് അത് വളർന്നു വന്നിട്ട് നീ വിളിച്ചതിന്റെ സാധനത്തിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് കൊച്ചു വരും. ഇന്ന് നീ ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊച്ചു തിരിച്ചു വന്നിട്ട് ഈ പറഞ്ഞ സാധനം നിന്റെ ഉണ്ടാക്കിയ മാതാശ്രീക്ക് ഇട്ടത് വിളിക്കും. അത് നിനക്ക് ഓൾറെഡി ആ ഒരു വീഡിയോ ഒക്കെ എന്റെ കമന്റ് സെക്ഷനിൽ ഇഷ്ടം പോലെ കിട്ടിക്കണം. ഞാനും തന്നിട്ടുണ്ട്. നീ സംശയം ഉണ്ടെങ്കിൽ ലിപ് റീഡിങ് വേണമെങ്കിൽ ഒന്നുകൂടെ ലിപ് റീഡിങ് എടുത്തോ. നീ കാണുവാണെന്നുണ്ടെങ്കിൽ മെൻഷൻ അടിക്കാൻ നിനക്ക് വയറുന്നാണെന്ന് വിചാരിക്കുന്നു. ഇനി മേലെ ഒരു പൊടി കൊച്ച് നിനക്ക് ശല്യം ഉണ്ടാവാത്ത നിനക്ക് റീല് കാണുന്നുണ്ടെങ്കിൽ നീ കണ്ടിട്ട് നീ സ്ക്രോൾ ചെയ്തിട്ട് പൊയ്ക്കോ. ആ പൊടി കൊച്ചിനെ വിളിച്ചാൽ നിനക്ക് എന്തോ കിട്ടി? എൻ്റെ തന്നെ കിട്ടിയില്ലേ? അതേപോലെ കമന്റ് സെക്ഷനിൽ നിന്ന് ഒരുപാട് പേരിരുന്ന് കിട്ടിയില്ലേ നിനക്ക്? ഇതൊന്ന് വാങ്ങിക്കടാ, ഇതൊന്ന് വാങ്ങിച്ച് നാക്കിക്കൊണ്ട് പോന്നി. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കവേഴ്സ് ഓഫ് പാത്തുമ്മയുടെ ഒരു പാട്ടും കേട്ട് നിങ്ങളെ വീഡിയോ എൻഡ് ചെയ്യുകയാണ് ഞാൻ ഈ വീഡിയോ. സോ പാത്തുമ്മയുടെ പാട്ട് കേട്ടോ, എന്നിട്ട് വന്നിട്ട് എൻഡ് വരാം. നിങ്ങൾ അഴകുള്ള പാത്തുമ്മ കഴിച്ചു കൊടുക്കും. കഷ്ടം ഫാത്തിമ, മാതൃക മഹിള ഫാത്തിമ, കരളിന്റെ കഷ്ണം ഫാത്തിമ. തങ്കമാർന്ന പെൺകൊടി മങ്കമാറിലെ റാണി, താരങ്ങൾ പൂത്തപ്പോ ചിരിതൂകും സുന്ദരി, അഴകുള്ള ഫാത്തിമ, പരമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോള ഫാത്തിമ, അലിയാറ് തങ്ങൾക്ക് ഇണയത്ത ഫാത്തിമ. സോ അർഹതപ്പെട്ട വീഡിയോ എടുത്തു വെച്ച് അർഹതപ്പെട്ടവർക്ക് റോസ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് കമന്റ്സ്. അണ്ടിൽ ദെൻ സീ യു, ബൈ ബൈ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ show some love in the form of likes and comments. See you in the next video. Until then, bye bye. സ്റ്റെല്ലണ്ണ കോപ്പിറൈറ്റ് ഇട്ടത് നിങ്ങളുടെ ഡയലോഗാണ്. ബൈ.